ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കേണ്ടതിന് ആയുസ്സിലൊരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു. പ്രഭാത മന്നയിലൂടെ ദൈവം നമ്മോട് ഇടപെടട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 57 സങ്കീർത്തനം 3 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 57:3. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. പ്രിയരെ, ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരൻ സന്തോഷത്തോടെ പറയുകയാണ്. എല്ലാം നന്നായി നടക്കുമ്പോഴല്ല, ശത്രുക്കളെല്ലാം തോറ്റു പിന്മാറിയപ്പോഴല്ല, ഒരു പ്രതികൂലമോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതിരിക്കുമ്പോഴല്ല ഈ വാക്കുകൾ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ആ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം പഠിച്ചാൽ അറിയാം. ശൗലിൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്ന കാലത്ത്, പ്രാണരക്ഷാർത്ഥം ദാവീദ് ജീവൻ നിലനിർത്തേണ്ടതിന് ഓടിപ്പോകുന്ന കാലത്ത്, കലങ്ങി മറിയുന്ന ആകുല ചിന്തകളുടെ ഒക്കെ നടുവിൽ ദൈവാശ്രയ ബോധം നഷ്ടപ്പെട്ടു പോകാതെ പ്രാർത്ഥനയോടെ പറയുകയാണ്, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ. പ്രിയരെ, നിങ്ങളെ ഇല്ലാതാക്കി കളയുവാൻ, നശിപ്പിക്കുവാൻ, മുച്ചൂടം മുടിച്ചു കളയുവാൻ, വിഴുങ്ങിക്കളയുവാൻ വായ് തുറന്നെടുക്കുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമുണ്ടോ? ഇനി ഭൂമിയിൽ നിങ്ങളെ അവശേഷിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങളെയാണോ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? അതൊരു വ്യക്തിയായിരിക്കണമെന്നില്ല. ആമേൻ. നിശ്ചയമായിട്ടും ജീവിതത്തിന് നേരെ കയറി വരുന്ന പ്രതികൂലങ്ങളെയാണ് കാണിക്കുന്നത്. സങ്കീർത്തനക്കാരൻ ഒന്നാമത്തെ കാര്യം പറയുകയാണ്, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ. ആമേൻ. അങ്ങനെയുള്ള മാനസിക അനുഭവങ്ങളിലൂടെ, വെല്ലുവിളികളിലൂടെ, തകർച്ചകളിലൂടെ മുൻപോട്ട് പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായി ഇതവസാനമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. വിഴുങ്ങുവാൻ ഭാവിക്കുന്നു എന്ന് മാത്രമല്ല, വാക്കുകൾക്കകത്ത് എഴുതിയിരിക്കുന്നത് ധിക്കാരം കാട്ടുമ്പോൾ. ആമേൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടെ, പരിഹാസത്തോടെ, ധിക്കാരത്തോടെ എന്നെ വിഴുങ്ങിക്കളയേണ്ടതിന്. ആമേൻ. ധിക്കാരം കാട്ടുമ്പോൾ ആരാ? വിഴുങ്ങിക്കളയുന്നതിന് വേണ്ടി ആഞ്ഞെടുത്തു വരുന്ന ശക്തി, വെല്ലുവിളികൾ ഉയർത്തി ധിക്കാരം കാട്ടുമ്പോൾ ആരെങ്കിലും ഇന്ന് രാവിലെ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? മറുപടി അടുത്ത വാക്കുകൾക്കകത്ത് എഴുതിയിരിക്കുകയാണ്, അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ സങ്കീർത്തനക്കാരൻ സത്യമറിയാം. ഈ പ്രതിസന്ധികളുടെ നടുവിൽ എനിക്ക് വേണ്ടി താണിറങ്ങി വരുന്ന ബലവത്തായൊരു കരമുണ്ടെന്ന്. എത്ര വലിയ പ്രതികൂലങ്ങളിൽ നിന്നും, ശത്രു എത്ര പ്രബലനായാലും, നാലുപാടും പ്രതിസന്ധികൾ മാത്രമെന്ന് മനസ്സ് നമ്മോട് പറഞ്ഞാലും, രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പിശാചും പൈശാചിക ലോകവും ഇളകി വന്ന് പറഞ്ഞാലും, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. 2 കാര്യങ്ങൾ. ഒന്ന്, സ്വർഗത്തിൽ നിന്ന് കൈനീട്ടും. ഞാൻ പറയാം, ദൈവം തൻ്റെ കരത്തെ നമുക്ക് വേണ്ടി നീട്ടിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി തുടങ്ങും. നിങ്ങൾക്കറിയാമോ, സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് തകർന്നു പോകാവുന്ന സാഹചര്യം, ചുറ്റും നിൽക്കുന്നവർ പരിഹസിച്ച് നിന്ദിച്ച് ചിരിക്കുന്ന അനുഭവങ്ങൾ ദൈവം വിടുവിക്കേണ്ടതിന് തൻ്റെ ബലമുള്ള കരം നീട്ടുവാനിടയായി തീർന്നു. ആമേൻ. തീച്ചൂളയുടെ നടുവിൽ തീകൾ ആമേൻ നക്കിയെടുക്കേണ്ടതിന് ആഞ്ഞെടുത്തു വരുമ്പോൾ നാലാമനായി തീക്കകത്ത് ഇറങ്ങി നടന്ന് തൻ്റെ ജനത്തെ പൊന്നു കരങ്ങളിൽ വഹിച്ച്
വിടുവിക്കുന്ന ഒരു മഹാ ദൈവമുണ്ട്. അങ്ങനെയാണല്ലോ ബൈബിൾ പറയുന്നത്. അപ്പോസ്തലന്മാരെ പിടിച്ച് കാരാഗ്രഹത്തിനകത്തിട്ടു അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്ന സമയത്ത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകിപ്പോയി. വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടുവാനിടയായി തീർന്നു. ആമേൻ. എന്നെ വിഴുങ്ങിക്കളയുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ആമേൻ. ഇന്ന് രാവിലെ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഏത് വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുക തന്നെ ചെയ്യും. ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? രാജാതിരാജാവും കർത്താതി കർത്താവും മഹാദൈവവും നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഡൊമീഷ്യൻ കൈസർ യോഹന്നാനെ പിടിച്ച പത്മോസിന് ഏകാന്തതയിൽ നാട് കടത്തുവാനിടയായി തീർന്നു. ഒരിക്കലും മടങ്ങി വരത്തില്ല എന്ന് ഡൊമീഷ്യനും കൂടെയുള്ളവരും ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ യോഹന്നാനു വേണ്ടി വെളിപ്പെട്ടു. ദൈവം സ്വർഗത്തിൽ നിന്ന് തൻ്റെ കരം നീട്ടി എന്നെ വിടുവിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ ഭാരങ്ങളും, എല്ലാ ആകുലതകളും, എല്ലാ നെടുവീർപ്പുകളും തീങ്കൽ മെഴുകുരുകി മാറുന്നത് പോലെ ദൈവത്തിന്റെ കൃപയാൽ ചിലരുടെ ജീവിതത്തിൽ നിന്ന് വഴിമാറുന്ന ആത്മപ്രവൃത്തിയുടെ പകലായി തീരട്ടെ. നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലൂടെ നടന്ന എത്രയെത്ര അത്ഭുതങ്ങൾ. യോഹന്നാൻ സുവിശേഷം മാത്രം വായിച്ചാൽ ഈടുറ്റനേകം വിടുതലുകളെ കുറിച്ച് ആമേൻ സുവിശേഷകൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം, അവൻ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലം കരം നീട്ടി എന്നെ രക്ഷിക്കും. രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി ചിലർക്ക് വേണ്ടി വെളിപ്പെടുന്ന സുന്ദരമായ പ്രഭാതമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, ഈ വചനത്തിന്റെ നിവർത്തീകരണം ജീവിതത്തിൽ നടക്കേണ്ടതിന് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും രക്ഷകന്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സൂക്ഷിക്കും, അത്ഭുതം ചെയ്യും, കരുണയുള്ള കരങ്ങളിൽ താങ്ങും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.